2014 താങ്കൾ മത്സരിക്കുന്നത് എം.എ. ബേബിക്ക് എതിരായിട്ടാണ് അല്ലേ? വലിയൊരു പൊളിറ്റിക്കൽ ഹെവി വെയിറ്റ് ആണ് എം.എ. ബേബി. 2019 കൊല്ലം ജില്ലാ സെക്രട്ടറി തന്നെയാണ് താങ്കൾക്കെതിരായിട്ട് മത്സരം രംഗത്തെത്തിയത്, ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ടുള്ള കെ.എൻ. ബാലഗോപാൽ. എന്നാൽ ഇക്കുറി താങ്കൾ നേരിടുന്നത് മുകേഷാണ്. അങ്ങനെ വലിയൊരു പൊളിറ്റിക്കൽ ഹെവി വെയിറ്റ് എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ജനകീയതയിലൊന്നും എനിക്ക് സംശയമില്ല. എങ്കിൽ കൂടിയും അങ്ങനെ വലിയ പൊളിറ്റിക്കൽ ഹെവി വെയിറ്റ് അല്ല. അതുകൊണ്ട് താരതമ്യേന ഈ 2014, 2019 എന്നീ തെരഞ്ഞെടുപ്പുകളുമായി നോക്കുമ്പോൾ 2024 തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി അനായാസമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു തെരഞ്ഞെടുപ്പും അനായാസകരമാണ് എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് ചോദിച്ചാൽ, ഞാൻ മുകേഷ് എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമല്ലേ, LDFിൻ്റെ പ്രതീകം. ഞാൻ തുടക്കം മുതൽ ഈ മത്സരത്തിൽ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടർ ചാനലിലാണ് അരുൺകുമാറുമായിട്ടുള്ള ചർച്ചയിലാണ് ആദ്യമായിട്ട് ഞാൻ മത്സരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളുമായിട്ടാണ്. രാജ്യം ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി, സംസ്ഥാനം ഭരിക്കുന്ന CPM നേതൃത്വം കൊടുക്കുന്ന LDF മുന്നണി. ഈ രണ്ട് മുന്നണിക്കുമുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംഘടനാപരമായിട്ടുള്ള ശേഷി, സാമ്പത്തികമായിട്ടുള്ള ശേഷി, അതുപോലെ തന്നെ അധികാരം, ഇത് മൂന്നും ഈ രണ്ട് മുന്നണികളിലും കേന്ദ്രീകൃതമായിട്ടുണ്ട്. അത്തരത്തിലുള്ള രണ്ട് മുന്നണികളെയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന, സംസ്ഥാനത്തും കേന്ദ്രത്തിലും അധികാരത്തിന് പുറത്തു നിൽക്കുന്ന, നിരന്തര സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുടെ പ്രതിനിധിയായി ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് പ്രധാനപ്പെട്ട BJPയും CPMഉം രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തികളെ ആ നിലയ്ക്ക് കണ്ടുകൊണ്ട് തന്നെ അനായാസകരമായ വിജയമാണെന്നുള്ള ഒരു കണക്കുകൂട്ടലും എനിക്കില്ല. നല്ല കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ അനുഭവപാഠം പഠിച്ചിട്ടുള്ളത്. എനിക്ക് 2011 ഒരുപക്ഷെ നികേഷിന് കൂടുതൽ അറിയാമായിരിക്കും. 2011 ഞാൻ ആ പാഠം നല്ലതുപോലെ പഠിച്ചയാളാണ്. അനായാസകരമായ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് മന്ത്രിയായിരുന്ന സമയത്ത് ഏറ്റവും നല്ല മന്ത്രി എന്ന നിലയിൽ നല്ല പേരും പെരുമയും അതുപോലെ അതിൻ്റെ പുരസ്കാരങ്ങളുടെയൊക്കെ നിറവിൽ മുല്ലപ്പെരിയാർ പ്രശ്നം ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ വിഷയങ്ങളിലുമൊക്കെ വളരെ ക്രിയാത്മകമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് വലിയ പൊതു അംഗീകാരവും പൊതു സ്വീകാര്യതയും ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിലാണ് സത്യത്തിൽ ചവറ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായതിനു ശേഷം ഞാൻ പരാജയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ ലഘുവായി കാണേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥി ആര് സ്ഥാനാർത്ഥിയായാലും അത് മെച്ചം മോശം, ഇതൊരു പൊളിറ്റിക്കൽ ഹെവി വെയിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കുറേ പ്ലസ് ഉണ്ടെങ്കിൽ വേറെ മൈനസ് വേറെ ഉണ്ടാകും. അല്ലെങ്കിൽ അത്ര താരതമ്യേന രാഷ്ട്രീയമായി ശക്തനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സിനിമാ രംഗത്തോ കലാരംഗത്തോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്ലസ് പോയിന്റ് ഉണ്ടാകും. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഗൗരവമായി തന്നെ കാണണം. അതിനുമുപരിയായി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ BJP CPM മുന്നണികൾ ഒരേ സമയം നമ്മെ എതിർക്കുമ്പോൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ എതിർക്കുന്ന എന്നെയാണ്. BJP ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. പക്ഷേ നേരെ തിരിച്ചാണ് ആരോപണം. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരാളെയാണ് വിളിച്ചു കൊണ്ടുപോയി BJP എനിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഞാൻ വികസനോന്മുഖ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് BJP എന്താ പറയുന്നത്, ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഫ്ലക്സ് ബോർഡ് വെച്ച് MP അവകാശവാദം ഉന്നയിച്ച് അടിസ്ഥാനരഹിതമായിട്ടുള്ള നേട്ടമുണ്ടാക്കുന്നു എന്ന നിലയിലാണ്. അതിനിശ്ചിതമായിട്ടുള്ള വിമർശനം ഏൽക്കേണ്ടി വരിക ഈ രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് നിന്ന് ഏൽക്കേണ്ടി വരിക ഞങ്ങൾ. പക്ഷേ BJPയുടെ ഇതാണ് എന്നുള്ള നിലയിൽ മറുതരത്തിലുള്ള പ്രചരണവും നടത്തുക, ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2014 2019 എം.എ. ബേബിയും കെ.എൻ. ബാലഗോപാലും മത്സരിച്ചു, അവർ പരാജയപ്പെട്ടു, ഞാൻ ജയിച്ചു. അതുകൊണ്ട് ഇത് അനായാസകരമായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള വിലയിരുത്തൽ എനിക്കില്ല. നല്ല മത്സരം തന്നെയായിരുന്നു എന്നാണ് ഒരു ചെറിയ മറുപടി കൂടി എനിക്ക് വേണം. അതായത് ഇപ്പം ഒരു പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ചോദിക്കാം, കഴിഞ്ഞ തവണ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ മുമ്പിൽ കാണാമായിരുന്നു. ഇത്തവണ ആ നിലയിൽ എന്തെങ്കിലുമൊക്കെ അടിയൊഴുക്കുണ്ടോ? ഇപ്പോൾ സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലാകാം, ഏത് തരത്തിലുള്ള അടിയൊഴുക്കുകളും എന്തെങ്കിലും ദൃശ്യമാവുന്നുണ്ടോ താങ്കൾക്ക് ഗ്രൗണ്ടിൽ നിന്ന്? ഞാനത് കൃത്യമായി പറയാം. ഒന്ന്, അത് പൊതുരാഷ്ട്രീയമാണ്. ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മനസ്സ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഈ നയങ്ങളെ നല്ലതുപോലെ കേരളത്തിൻ്റെ മനസ്സ് എതിർക്കുന്നുണ്ട്. അത് നല്ലതുപോലെ സ്പഷ്ടമാകുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിൽ ആ എതിർപ്പിൻ്റെയും വെറുപ്പിൻ്റെയും കാഠിന്യം വർദ്ധിച്ചത് കാരണം 10,000-കണക്കിന് ജനങ്ങളുമായി ഈ 2 മാസക്കാലം നേരിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി സംവദിക്കാൻ കഴിഞ്ഞ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്. സംഘടിതമായ ഒന്നിൻ്റെയും പേരല്ല പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെയൊക്കെയുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരെ പോലും
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു നയപരമായ കാര്യത്തിൽ തീരുമാനമെടുത്തു എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എത്ര പേരെ, ഞാൻ ഒരു ഉദാഹരണം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിലൂടെ BJPയുടെ പരാജയഭീതി കൃത്യമായിട്ട് വ്യക്തമാകുന്നു. അതിനപ്പുറത്തേക്ക് നിഷ്പക്ഷമതികളായിട്ടുള്ള ഒരു വലിയ സമൂഹത്തിന്റെ പിന്തുണ BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പിന്തുണ ഏതാണ്ട് അതിൻ്റെ എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ പിന്തുണ നല്ലതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര വിരുദ്ധ നിലപാട്, ജനാധിപത്യവും മതനിരപേക്ഷതയും തകർക്കപ്പെടുന്നു. രാജ്യത്തൊരു മാറ്റം ആവശ്യമാണ് എന്ന ചിന്ത. താങ്കൾക്ക് അനായാസ ജയമായിരിക്കും കൊല്ലത്തെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങൾ അതിനെ നേരിടുന്നു എന്ന് താങ്കൾ തന്നെ പറയുന്നു. ഏതായാലും എല്ലാ ആശംസകളും ഭൂരിപക്ഷം താങ്കൾക്ക് ഉയർത്താനാകട്ടെ. വളരെ നന്ദി എത്തിയതിന്.